നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തടക്കം ഇനി വരാനിരിക്കുന്നത് ഉഷ്ണതരംഗ നാളുകൾ. ഈ മാസം മുതൽ മൺസൂൺ തുടങ്ങുന്ന ജൂൺ വരെ കൊടും ചൂടിന്റെ നാളുകൾ എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വേനൽ മഴ ലഭിക്കുമെങ്കിലും കേരളത്തിൽ വരും ദിവസങ്ങളിൽ പലയിടങ്ങളിലും താപനില 40 ഡിഗ്രി കടന്നേക്കും. ഏപ്രിൽ ജൂൺ കാലയളവിൽ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും താപനില ഉയരും. രാജ്യത്തിന്റെ മധ്യഭാഗത്തും പടിഞ്ഞാറൻ ഭാഗത്തുമായിരിക്കും താപനില വർദ്ധിക്കുകയെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മൊഹപത്ര മുന്നറിയിപ്പ് നൽകി. പടിഞ്ഞാറൻ ഹിമാലയ മേഖല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, വടക്കൻ ഒഡീഷ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ കൊടും ചൂടിനും സാധ്യതയുണ്ടെന്ന് മൊഹപത്ര പറയുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 10 മുതൽ 20 വരെ ഉഷ്ണതരംഗം ഉണ്ടാകാനിടയുണ്ട്. സാധാരണഗതിയിൽ ഇത് 4 മുതൽ 8 ദിവസം വരെയാണ്. ഗുജറാത്ത്, മധ്യ മഹാരാഷ്ട്ര, ഉത്തര കർണാടക, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗത്തിന്റെ ആഘാതം കൂടുതലായി അനുഭവപ്പെടാൻ സാധ്യത. ദക്ഷിണേന്ത്യയിൽ മധ്യഭാഗങ്ങളിലും താപനില കുത്തനെ കൂടും. 6 വരെ വിവിധ ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ കനത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴ എത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 7 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ഏപ്രിൽ 5, 6 തീയതികളിൽ മഴ മുന്നറിയിപ്പൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മഴ മുന്നറിയിപ്പിന് പിന്നാലെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 0.5 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിനാൽ വേഗത സെക്കൻഡിൽ 20 സെന്റിമീറ്റർ 40 സെന്റിമീറ്റർ ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ചൂട് കനത്തിട്ടും ഇക്കുറി സംസ്ഥാനത്ത് ലഭിച്ചത് സീസണിൽ ലഭിക്കേണ്ടതിന്റെ 64% കുറവ് വേനൽ മഴയാണ്. 12% കുറവാണെങ്കിലും അല്പമെങ്കിലും മെച്ചപ്പെട്ട മഴ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മാഹി എന്നിവിടങ്ങളിൽ ഇതുവരെ വേനൽ മഴ ലഭിച്ചിട്ടില്ല. വേനലിലും മൺസൂണിലും ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് കൂടുതലും കുറവും മഴ ലഭിക്കുന്നത് സാധാരണയാണെന്ന് പരിസ്ഥിതി ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ സാബു ജോസഫ് പറഞ്ഞു. ആകെ മഴയുടെ അളവിനൊപ്പം തന്നെ മഴയുടെ തീവ്രതയിലും വലിയ ഏറ്റക്കുറച്ചിലുകൾ പ്രകടമാണ്. പ്രാദേശിക മഴമാപിനികളെ ശൃംഖല വിപുലപ്പെടുത്തിയാലേ ഇത്തരം പ്രദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.